രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന BJP സർക്കാർ ഇപ്പോൾ പുതിയ ഒരു നിയമവുമായി വന്നിരിക്കുകയാണ്. വന്ദേമാതരം രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നടപടിക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. സർക്കാർ ചടങ്ങുകളിലും സ്കൂളുകളിലും ദേശീയ ഗാനത്തോടൊപ്പം വന്ദേമാതരവും ആലപിക്കുന്നത് നിർബന്ധമാക്കുന്ന ഒരു നിയമം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദേശീയ ഗാനമായ ജനഗണക്ക് മുമ്പായി ദേശീയ ഗീതമായ വന്ദേമാതരവും ആലപിക്കണമെന്നാണ് വിവാദ ഉത്തരവിൽ പറയുന്നത്. വിഗ്രഹാരാധനാപരമായ പരാമർശങ്ങൾ ഉള്ളതിനാൽ മറ്റ് മതസ്ഥർക്ക് അത് പാടാൻ കഴിയില്ലെന്നും അതുകൊണ്ട് വിവാദമായ ചില ശ്ലോകങ്ങൾ, സ്റ്റാൻസകൾ ഒഴിവാക്കിയാണ് 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ദേശീയ ഗീതമായി വന്ദേമാതരത്തെ അംഗീകരിച്ചത്. ബഹുദൈവ ആരാധനകൾ അടങ്ങുന്ന പരാമർശങ്ങളുള്ള വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഇന്ത്യൻ ദേശീയ ഗീതമായി വന്ദേമാതരത്തെ അന്ന് അംഗീകരിച്ചത്. ഹിന്ദു ദേവതകളായ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നിവരെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ള 4 ചരണങ്ങൾ ഒഴിവാക്കിയാണ് അന്ന് ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിക്കപ്പെടുന്നത്. വിവാദമായ ആ ചരണങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നിർബന്ധമായും പാടണം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്ന വന്ദേമാതരം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെൻറ് അയച്ചിട്ടുണ്ട്. വന്ദേമാതരം പാടുന്നതിന് മാർഗരേഖയും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഭരണഘടനാപരമായ ആത്മാവിനെയും അതിൻ്റെ അന്തസത്തയെയും തള്ളിക്കളയുന്നതാണ് ഈ വിജ്ഞാപനം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനോടും ജനാധിപത്യ മൂല്യങ്ങളോടും ഒട്ടും നീതി പുലർത്താത്ത വിജ്ഞാപനവും ഉത്തരവുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ഉപാധ്യായയുടെ ആനന്ദമഠം എന്ന നോവലും അതിൻ്റെ ഇതിവൃത്തവും അതിൻ്റെ പശ്ചാത്തലവും സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളും ബാന്ധവങ്ങളും വളരെ പ്രധാനമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ പുനഃപ്രതിഷ്ഠിക്കുന്നത് അപകടം ചെയ്യുന്ന കാര്യമാണ്. ഭരണഘടനയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ദൈവ ബിംബ സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗീതം അപ്പടി രാജ്യത്താകമാനം അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ബഹുസ്വരതയെ വെല്ലുവിളിക്കുന്ന നടപടിയാണ്. വിവിധ കാലങ്ങളായി ഇന്ത്യയുടെ ചരിത്രത്തിൽ വന്ദേമാതരം വിവാദമായി വന്നിരുന്നു. പരമത വിദ്വേഷത്തിൻ്റെയും അടിസ്ഥാനത്തിലും മറ്റുള്ളവരുടെ മേൽ തങ്ങളുടെ സിദ്ധാന്തങ്ങളെയും തത്വചിന്തകളെയും അടിച്ചേൽപ്പിക്കുന്ന ഫാഷിസ്റ്റ് പ്രവണതയുടെ ഭാഗമായിട്ടാണ് വന്ദേമാതരം എല്ലാ കാലത്തും വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും ആയുധമാക്കി ഹിന്ദുത്വ തീവ്ര വലതുപക്ഷ ശക്തികൾ ഉപയോഗിക്കുന്നത്. വലതുപക്ഷ തീവ്ര ശക്തികൾ ഉപയോഗിച്ച അതേ ആയുധം നിയമമായി വിജ്ഞാപനമായി ഇറക്കുകയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ. ആദ്യമായി കോൺഗ്രസ് വേദിയിൽ ഈ ഗാനം പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ കാലത്തെയും പ്രശസ്തനായ കവിയും ദേശീയ വക്താവുമായിരുന്ന രവീന്ദ്രനാഥ ടാഗോറാണ്. വിവാദമായ വരികൾ ഒഴിവാക്കാൻ മുൻകൈയെടുക്കുന്നത് ആദ്യമായി കോൺഗ്രസ് വേദിയിൽ ഗീതം പരിചയപ്പെടുത്തിയ അതേ രവീന്ദ്രനാഥ ടാഗോറായിരുന്നു. മുഴുവൻ കവിതയും ഉൾപ്പെടുത്തി ആലപിക്കുന്നത് മുസ്ലിങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് തുറന്നു പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറായിരുന്നു. ആദ്യത്തെ 2 ഖണ്ഡികകൾക്ക് സ്വതന്ത്രത്തിൻ്റെയും പ്രചോദനാത്മകതയുടെയും അംശങ്ങളുണ്ടെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ബഹുസ്വരതയും നിലനിർത്താൻ വേണ്ടിയാണ് ഭരണഘടന ആവശ്യപ്പെടുന്നത്. ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു വിവാദ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തെ ജനങ്ങളെ പലതിൻ്റെ പേരിലും വിഭജിക്കുക എന്ന ദുരുദ്ദേശം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് വന്ദേമാതരം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ശ്രമിക്കുന്നത്. വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.